എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും ഫാമിലി ആയിട്ട് മോളെ അരിയിൽ എഴുതിക്കാൻ വേണ്ടി മൂകാംബികയിലേക്ക് പോവാണ്. അപ്പോൾ ഏകദേശം സമയം 7:30 മണിയായി. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയൊക്കെ കാണാം. എല്ലാവരും ഹായ് പറഞ്ഞേ. എല്ലാവരും ഉണ്ട്. ഓക്കെ, ഭൂമി ഒരു ഹായ് പറ. ഞങ്ങൾ രാവിലെ 7:30 ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ പയ്യന്നൂർ എത്തിയപ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ കയറി എന്താ പറയുക മസാല ദോശയും എല്ലാം വാങ്ങി കഴിച്ചു. പൂരിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് ഞങ്ങൾ അവിടുന്ന് യാത്ര കണ്ടിന്യൂ ചെയ്തത്. ഒരു 4 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ മൂകാംബിക എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്കുള്ള ഫുഡ് ഞങ്ങളൊരു അമ്പലത്തിൽ നിന്നാണ് കഴിച്ചത്, ഒരു കൃഷ്ണൻ്റെ അമ്പലത്തിൽ നിന്നാണ് കഴിച്ചത്. അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല. 4:30 ആയപ്പോഴേക്കും തന്നെ ഞങ്ങൾ മൂകാംബികയിൽ ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു ഏരിയയിലോട്ട് എത്തിയിരുന്നു. ഇപ്പം നമുക്ക് ആ കവാടം കാണാം കേട്ടോ. അതാണ് നമ്മുടെ മൂകാംബികയിൽ പോയ എല്ലാവർക്കും അറിയായിരിക്കും ആ ഒരു കവാടം. കാരണം അവിടെ എത്തുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. നമ്മൾ എത്തി എന്നുള്ളൊരു തോന്നലാണ്. നമ്മൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് നമ്മൾ ഒടുവിൽ ഫൈനലി എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ബാക്കി കാണാം. അമ്പലത്തിനോട് ചേർന്ന് തന്നെയാണ് ഞങ്ങൾ മുറിയെടുത്തതും. ഞങ്ങളുടെ റൂമിൽ നോക്കിയാൽ ഇതുപോലെ അമ്പലത്തിലെ യാഗശാല കാണുമായിരുന്നു കേട്ടോ. രാവിലെ ആയപ്പോഴൊക്കെ നല്ല രസമായിരുന്നു. വൈകുന്നേരമൊക്കെ ആ അമ്പലത്തിൻ്റെ അടുത്ത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ മൂകാംബിക അമ്പലത്തിൻ്റെ മുമ്പിലെത്തി. നമുക്ക് ഉള്ളിൽ കയറണം. അതിനു മുമ്പ് ക്ലോക്ക് റൂമിൽ നമുക്ക് ചെരുപ്പ് വെക്കാം, എന്നിട്ട് അകത്തോട്ട് കയറാം.
വ്യക്തികളെ മേലിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. നമസ്തുഭ്യം വരദേ കാമരൂപിണി. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. ഓം ഹരിശ്രീ. മോളുടെ ആദ്യാക്ഷരം കുറിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ സൗപർണികയിലോട്ടാണ് കേട്ടോ പോയത്. ഇതാണ് സൗപർണിക. ഇവിടെ ഇഷ്ടം പോലെ കുരങ്ങന്മാരുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ നേരെ യാത്ര തിരിച്ചു. സൺസെറ്റ് ആയപ്പോഴേക്കും ഞങ്ങളിതാ ഒരു ബീച്ച് വഴി ഇങ്ങനെ പാസ് ചെയ്തു പോയി. അപ്പം ഞങ്ങൾ വിചാരിച്ചു അവിടെ ഇറങ്ങി മോളെയൊക്കെ ഒന്ന് ഫ്രഷ് ആക്കി അവളെ കുറച്ച് നേരം കളിപ്പിച്ചിട്ടൊക്കെ കയറാം. ഞങ്ങൾക്ക് എന്നും ഓർത്ത് വയ്ക്കാൻ ഞങ്ങളുടെ ഫാമിലിയോടൊപ്പം ഉള്ളൊരു നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രിയായി വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.